ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ MBBS ലൈഫ് അപ്ഡേറ്റ്സ് ആണ്. ഏകദേശം 2 ആഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഇയർ വേഴ്സസ് ഫസ്റ്റ് ഇയർ, അതായത് സെക്കൻഡ് ഇയർ എങ്ങനെയാണ്, ഫസ്റ്റ് ഇയർ എങ്ങനെയായിരുന്നു, എന്നാണ് പറയാൻ പോകുന്നത്. ഒരു കമ്പാരിസൺ വീഡിയോ. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ പോലത്തെ അത്ര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സെക്കൻഡ് ഇയർ ക്ലിനിക്സ് ഒക്കെ എങ്ങനെയാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്ലിനിക്സിലൊക്കെ പോകുന്നത് എങ്ങനെയാണൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കാണ്. നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താലും നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും. നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ക്യാമ്പസ് വീഡിയോ, അല്ല എന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. സോ നല്ല വെറൈറ്റി രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നീറ്റ് മോട്ടിവേഷണൽ വീഡിയോസ്, നീറ്റ് സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ ഈ സെക്കൻഡ് ഇയർ MBBS എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഡെയിലി ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഡേ സ്കോളറാണ്. ഹോസ്റ്റലർ ആണെന്നുണ്ടെങ്കിലും ഡേ സ്കോളർ ആണെന്നുണ്ടെങ്കിലും യാതൊരു ഇതുമില്ല. അപ്പോൾ ഈ ഡെയിലി ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ പോലെ തന്നെ സെക്കൻഡ് ഇയറും 8 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 to 9 തിയറിയാണ്. ഫസ്റ്റ് ഇയറിലും അങ്ങനെ തന്നെയാണ്, 8 to 9 തിയറിയാണ്. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ഇയറിൽ 8 to 10 ആണ് തിയറി. 8 മണി മുതൽ 10 മണി വരെ നമുക്ക് തിയറിയാണ്. പക്ഷെ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ 8 to 9 ആണ് തിയറി വരുന്നത്. അതിനുശേഷം 9 മണി മുതൽ 12 മണി വരെ എവിടെയായിരിക്കും, നമ്മൾ ക്ലിനിക്സിലായിരിക്കും. അപ്പോൾ ക്ലിനിക്സ് എന്താണെന്ന് ഇതൊന്നും അറിയാത്തവരുണ്ടാവും. ക്ലിനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ പോസ്റ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ സർജറി ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റിംഗ്, ചിലപ്പോൾ ഗൈനക്ക് അതായത് OBG ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഡിസിൻ ഉണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ പീഡിയാട്രിക്സ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ അതിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ അവിടെ ഏകദേശം 9 to 12 വരെ പോസ്റ്റിംഗ് ആയിരിക്കും. സോ പോസ്റ്റിംഗ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് OT പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ, ഇപ്പോൾ ABCD എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ചിലപ്പോൾ ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഞാൻ OBGന്റെ കേസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ OBGയിൽ ഏകദേശം 21 സംതിങ് പേരാണുള്ളത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു 4 പേരൊക്കെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിന് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും, OT-യിലായിരിക്കും ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ OT-യിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ കുറച്ച് പേർക്ക് OP-യിലായിരിക്കും, ചിലപ്പോൾ ചില പേർക്ക് വാർഡിലായിരിക്കും. അപ്പോൾ OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് നോർമലി നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് ഏതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പരിശോധിക്കും. സോ അവരെ കൂടെ നിന്നിട്ടുള്ള അവരെന്ത് നമുക്ക് അറിയാത്ത വല്ല കേസസും ഉണ്ടോ എന്നൊക്കെ നോക്കുക, നമുക്ക് പുതിയ കേസസ് പഠിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതാണ് OP എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ഇപ്പോൾ ഈ സെക്കൻഡ് ഇയർ നമുക്ക് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ OBG എന്ന് പറഞ്ഞു, അപ്പോൾ OBG ഉണ്ട്, സർജറി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, അങ്ങനത്തെ മെഡിസിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മാസം നമുക്ക് OBGയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം എവിടെയായിരിക്കും, വേറെ പോസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പം മെഡിസിൻ ആയിരിക്കും ചിലപ്പോൾ അടുത്ത മാസം, അത് കഴിഞ്ഞിട്ട് സർജറി ആയിരിക്കും. അങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ് ഇയറിൻ്റെ 12 മണി വരെയുള്ള ഷെഡ്യൂൾ. ഫസ്റ്റ് ഇയർ ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാലോ, 10 മണി വരെ നമുക്ക് തിയറി ക്ലാസ് ആയിരിക്കും, 8 to 10. 10 മണി മുതൽ 10:15 വരെ എന്തായിരിക്കും, ബ്രേക്ക് ആയിരിക്കും, ടീ ബ്രേക്ക്. അതിനുശേഷം 10:15 മുതൽ ഏകദേശം ഒരു മണി വരെ എന്തായിരിക്കും, ഡിസെക്ഷൻ ആയിരിക്കും. ഓക്കെ, അനാറ്റമിയിലെ ഡിസെക്ഷൻ. അപ്പോൾ ഈ ഡിസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കടാവർ ഉണ്ടാവും, നമ്മൾ ഡിസെക്ട് ചെയ്ത് പഠിക്കും. അതിനുശേഷം 1 മണി മുതൽ 2 മണി വരെയാണ് അവിടെ ഫസ്റ്റ് ഇയറിൽ ബ്രേക്ക് വരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 12 to 1 ആണ് ബ്രേക്ക്. പിന്നെ 1 to 4 ആയിരിക്കും നമ്മൾ എന്ത് വരുന്നത്, ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് തിയറി ക്ലാസ്സസ് ആയിരിക്കും. അത് നമുക്ക് നോർമൽ കോളേജിൽ തന്നെ ആയിരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 മണി മുതൽ 4 മണി വരെ തിയറി ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഷെഡ്യൂളും സെക്കൻഡ് ഇയർ ഷെഡ്യൂളും പറഞ്ഞു. അപ്പോൾ ഈ തിയറി ക്ലാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര, ഇപ്പോൾ നോർമൽ ഡിസെക്ഷൻ അല്ലെങ്കിൽ ക്ലിനിക്സിൽ പോസ്റ്റിംഗ് എന്നുള്ള പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഇയറിലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 3 hour ഉണ്ട് അല്ലേ, 1 to 2, 2 to 3, 3 to 4. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ക്ലിനിക്സിൽ പോകുമ്പോൾ വലിയ സീനൊന്നുമില്ല. ക്ലിനിക്സിലും ചിലപ്പോൾ തിയറി ഉണ്ടാവും. നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ തിയറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലിനിക്സിൽ തന്നെ, അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ചെറിയ എന്താ പറയുക, ക്ലാസ് റൂംസ് ഉണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഈ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവേ സെക്കൻഡ് ഇയർ എങ്ങനെയാണ്, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ഫസ്റ്റ് ഇയറിൻ്റെ പോലെ ഒന്നല്ല, ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറുമാണ് MBBS ലൈഫിൽ ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ നീറ്റ് ആസ്പിറൻസ് ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങളൊരു കോളേജിൽ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് സെക്കൻഡ് ഇയറിൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഡേ സ്കോളറാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ പോരണം. ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ 7 മണിക്കൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ബസ്സൊക്കെ ഉള്ളത്. അപ്പോൾ ആ 7 മണിക്ക് പോകുന്ന കഴിഞ്ഞാൽ 7:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. സോ കുറച്ചൊക്കെ നേരത്തെ പോരണം. കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുഴപ്പമില്ലാതൊക്കെ തന്നെ. ഫസ്റ്റ് ഇയറിനെക്കാട്ടിലും അടിപൊളിയാണ് സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതൊരു നീറ്റ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ
എടുക്കുക. എന്താ പറയുക, ഉഷാറായിട്ട് പഠിക്കുക. ഒരുപാട് നല്ല നല്ല നീറ്റ് മോട്ടിവേഷൻ വീഡിയോസ്, സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഒരുപാട് ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. സോ ഒരുപാട് ജൂനിയേഴ്സ് വന്നിട്ടില്ല, ജൂനിയേഴ്സ് ഒക്കെ വരാനുണ്ട്. നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഏകദേശം ഒക്ടോബർ 1 14 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ അവർ വരുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് വിത്ത് ജൂനിയേഴ്സ് ഒക്കെ വരാനുണ്ട്. സോ നിങ്ങൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.